ഹലോ ഗൈസ്, അപ്പം നമ്മൾ ഇന്നലെ എവിടെ പറഞ്ഞു നിർത്തിയത്? നമ്മളെല്ലാവരും പെട്ടിയും കിടക്കൊക്കെ എടുത്ത് കോവളത്തൊരു റിസോർട്ടിലേക്ക് പോയത്. ഇതാണ് ആ റിസോർട്ട്, ബെന്യൻ ട്രീ. അപ്പം നമ്മൾ അവിടെ നേരെ ചെയ്തു. നമ്മളിത് മുന്നേ ഇവിടെ പോയിട്ടുണ്ട്. നമ്മുടെ ആദിശ്രീയുടെ ഫസ്റ്റ് ബർത്ത്ഡേ ഞങ്ങൾ ഇവിടെ വെച്ചാണ് സെലിബ്രേറ്റ് ചെയ്തത്. അപ്പം നമുക്ക് ആ പ്രോപ്പർട്ടി നല്ല പരിചയമുണ്ട്. അപ്പം ഞങ്ങളൊരു റൂമേ എടുത്തുള്ളൂ. കാര്യം ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ചിരുന്ന് നൈറ്റ് ചില്ല് ചെയ്യാനായിരുന്നു പ്ലാൻ. അങ്ങനെ ഞങ്ങൾ റൂമൊക്കെ എടുത്തു. പിള്ളേർക്ക് റൂമൊക്കെ ഭയങ്കര ഇഷ്ടമായി. ആസ് യൂഷ്വൽ പിള്ളേർ റൂമിൽ വന്നാൽ ബെഡിൽ കിടന്ന് ചാടും. അങ്ങനെ അവർ ചാടുന്ന പരിപാടികളാണ് ഈ കാണുന്നത്. ഇന്ന് കെട്ടിപ്പിടിക്കുന്നു, കിസ് ചെയ്യുന്നു, എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. പക്ഷേ പ്രശ്നം എന്ന് വെച്ചാൽ ഞങ്ങളുടെ കയ്യിൽ പൂളിലിടാൻ പറ്റിയ ഡ്രസ്സസ് ഒന്നുമില്ലായിരുന്നു. പൂളിലിടാനെന്നല്ല, റിസോർട്ടിൽ ഇടാൻ പോലും ഡ്രസ്സില്ല. ഞങ്ങൾ പ്ലാൻ ചെയ്ത് വന്നതാണല്ലോ. അപ്പോൾ തൽക്കാലത്തേക്ക് അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ മേടിക്കാൻ നേരത്തെ ഞങ്ങൾ സാധനങ്ങളെല്ലാം വെച്ചിട്ട് ഇറങ്ങി. ഭയങ്കര ബ്ലോക്കായിരുന്നു. സൺഡേ ആയിരുന്നു. ആ തിരക്കിൻ്റെ ഇടയിൽ നിന്ന് പൂളിലിടാനുള്ള ഡ്രസ്സൊക്കെ മേടിച്ച് കുഞ്ഞപ്പന് ക്യാപ്പൊക്കെ മേടിച്ച് തലയിൽ വെച്ച് ഞങ്ങളെല്ലാവരും കൂടെ സെറ്റായിട്ട് പൂളി ചാടാനായിട്ട് ഇറങ്ങി. പിള്ളേർ സെറ്റിന് വേണ്ടിയിട്ട് ഒരു കുഞ്ഞു പൂളും അല്ലാണ്ടൊരു വലിയ പൂളുമാണ് ഉണ്ടായിരുന്നത്. കുഞ്ഞു പൂളിൽ മാത്രമേ ഞങ്ങൾക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. വലിയ പൂളിൽ ഇറങ്ങാൻ ഞങ്ങൾക്കാർക്ക് നീന്തലറിയില്ലല്ലോ. 4 അടി 5 അടി 6 അടി 7 അടി 4 അടി നിൽക്കുമ്പോൾ തന്നെ നെഞ്ചോളം വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അങ്ങോട്ടൊന്നും പോകാൻ പോലും പറ്റില്ല. നീന്തലറിയാത്തതുകൊണ്ട് കൈയും കാലും ഒക്കെ ഇട്ട് അടിക്കാനേ നിവൃത്തി ഉണ്ടായിരുന്നു. കൂട്ടത്തിൽ നീന്തലറിയുന്ന ഒരേ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കുഞ്ഞുമണി അവൻ്റെ കൂടെ അങ്ങ് സെറ്റായി. അവളെ എടുത്ത് നീന്തലൊക്കെ പഠിപ്പിച്ച് അവളങ്ങ് ജോലിയായി. അവന് മാത്രം നീന്തലറിയാം. ആ ധൈര്യത്തിലാണ് ഞങ്ങൾ ആ പൂളി കിടന്ന് കൈയിട്ടടിച്ചത്. മുങ്ങിപ്പോയാലും പിടിച്ച് കയറ്റാൻ ഒരാളുണ്ടല്ലോ എന്നുള്ളൊരു ധൈര്യം. അത് കഴിഞ്ഞ് പിന്നെ ആ പണി പറ്റില്ല എന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാവരുടെ നേരെ ആ ചെറിയ പൂളി പോയി അവിടെ ഇരുന്ന കാര്യം പറച്ചിൽ, ഫോട്ടോ എടുപ്പും വീഡിയോ എടുപ്പൊക്കെ. അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് വിശക്കാൻ തുടങ്ങി. നമ്മളങ്ങനെ നേരെ റൂമിൽ പോയി കുളിച്ച് ഫ്രഷൊക്കെ ആയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി അങ്ങ് സെറ്റായി. ഫുഡ് എന്നുള്ളൊരു ചിന്ത മാത്രമേ അന്നേരം ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഫുഡൊക്കെ മേടിച്ച് അടിപൊളി പൊറോട്ടയും ചിക്കൻ ഫ്രൈയും ഫിഷ് കറിയും ഒക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും പോത്ത് പോലെ കിടന്നുറങ്ങി. ഈ കാണുന്നത് രാവിലെയുള്ള സീൻസാണ്. രാവിലെ ഞങ്ങളെല്ലാവരും ഉറക്കണീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉറങ്ങിക്കിടക്കുന്നവരെ എഴുന്നേൽപ്പിക്കുന്ന സീനാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആരെയും ഞങ്ങൾ ഉറങ്ങാൻ സമയം